നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്ത് മണ്ടത്തിലൊക്കെ ഈ ചെയ്തു കൂട്ടുന്നേ? അങ്ങനെ പൊട്ടുന്ന ബോംബൊന്നും അല്ല ഇത്. പൊട്ടാത്ത ബോംബ് എന്തിനാ വെക്കുന്നേ? എന്റെ അമ്മേ, ഞാൻ ബോംബെന്ന് പറഞ്ഞത് അവൾക്കുള്ള കെണിയുടെ കാര്യമാ. കെണിയോ? അതെ. എന്ത് കെണി? ഈ കുറ്റം ചെയ്തത് ഗംഗയാണെന്ന് എല്ലാരും കരുതും. ഇതിന്റെ പേരിൽ ഗംഗ ഇവിടുന്ന് പുറത്താക്കും. പക്ഷേ മാളൂന് എന്തെങ്കിലും സംഭവിച്ചാ അത് വലിയ പ്രശ്നമാവില്ലേ? മാളൂന് വയ്യാതാവും. അവൾക്ക് വയ്യാതാവണം, എന്നാലേ മഹിയേട്ടനെ വേദനിക്കും. അങ്ങനെ ഗംഗ കാരണം മാളൂന് കാര്യമായ ഒരു ആപത്ത് സംഭവിച്ച മഹിയേട്ടൻ തന്നെ ഗംഗ ഇവിടുന്ന് പുറത്താക്കും. ആ സമയത്ത് മാളൂനെ ആശ്വസിപ്പിക്കാനും ശുശ്രൂഷിക്കാനും ഞാൻ അവളുടെ അടുത്തുണ്ടാവും. അങ്ങനെ ഞാൻ മാളൂന്റെ മനസ്സിൽ ഇടം പിടിക്കും. നിന്നെ ഓർത്ത് എനിക്കിപ്പോ അഭിമാനം തോന്നും മോളെ. നിന്റെ ഈ പ്ലാൻ നടക്കും. ഗംഗ ഇവിടുന്ന് പുറത്താകും. ഓൾ ദ ബെസ്റ്റ് മോളെ. മുത്തശ്ശി പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നല്ലോ. അതെ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നോ അത്രയും സന്തോഷം. നിങ്ങൾക്കും അതല്ലേ നല്ലത്. ഒരാളെ കൊണ്ടുള്ള ശല്യം നേരത്തെ തീരില്ലേ? മുത്തശ്ശി എന്താ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. മുത്തശ്ശി ഇവിടെ എത്ര കാലം നിന്നാലും ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ പോണോന്ന് നിർബന്ധമാണെങ്കിൽ പോവാം. പക്ഷെ അതിവിടെ ആരും ഇല്ലാത്തപ്പോ പോകുന്നതിനേക്കാൾ നല്ലത് എല്ലാരും ഉള്ളപ്പോ പോകുന്നതല്ലേ. മുത്തശ്ശി ഗംഗയെ കൊണ്ടുപോകുന്നില്ലേ? മുത്തശ്ശി പോയാ പിന്നെ ഗംഗ ഒറ്റയ്ക്ക് വരണ്ടേ? അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നതല്ലേ നല്ലത്. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. എന്നാലും ഗംഗ മാളൂനെ സ്കൂളിൽ വിട്ടിട്ട് വരട്ടേന്ന്, വന്നിട്ട് പോകാം. അപ്പൊ പിന്നെ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് പോവാലോ. അതല്ലേ നല്ലത്. മാളൂനുള്ള പാല് ഞാൻ ബോട്ടിലിൽ വെച്ചിട്ടുണ്ട്. സ്കൂളിൽ ചെന്ന ഉടനെ അതെടുത്ത് കുടിക്കണം. ഒരുപാട് സമയം പാലിടുന്നല്ലേ അത് കേടായി പോവും. പാല് വീട്ടിൽ വെച്ച് കുടിച്ചിട്ട് പോന്നാ മതിയായിരുന്നല്ലോ. രാവിലെ ഞാൻ ഒത്തിരി നിർബന്ധിച്ചതാ. കൊടുത്തു വിട്ടാ മതി, സ്കൂളിൽ ചെന്നാൽ ഉടനെ കുടിച്ചോളാന്ന് മാളു തന്നെയാ പറഞ്ഞത്. ഞാനത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാ. എനിക്ക് രാവിലെ വിശക്കുന്നില്ലായിരുന്നു, അതാ ഞാൻ പാല് കുടിക്കാതിരുന്നത്. ഇപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഗംഗ തന്നെ എന്നും വീട്ടിൽ വെച്ചെടുത്തു തരുന്ന പോലെ ബോട്ടിലിലെ പാലെടുത്തതാ. ഞാൻ കുടിച്ചോളാം. കാറിലിരുന്ന് പാല് കുടിക്കാൻ പാടല്ലേ? ഇനി സ്കൂളിൽ ചെന്നിട്ട് കുടിച്ചാ മതി. അതെന്താ, സ്കൂളിൽ ഗംഗ എന്റെ കൂടെ ഇരിക്കോ? ഞാൻ എങ്ങനെയാ മാളുന്റെ സ്കൂളിൽ ഇരിക്കുന്നത്? അപ്പൊ പിന്നെ ഗംഗ എങ്ങനെ എനിക്ക് പാലെടുത്തു തരും? മാളു തനിയെടുത്ത് കുടിക്കണം. വേണ്ട, ഗംഗ എനിക്ക് എടുത്തു തന്നാ മതി. അതാ എനിക്കിഷ്ടം. അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ എടുത്തു തരാൻ പറഞ്ഞേ. ഇപ്പൊ നമ്മള് വണ്ടിക്കകത്തല്ലേ മാളു? അതെന്താ, വണ്ടിക്കകത്തിരുന്ന് പാല് കുടിക്കാലോ. ഇതത്ര നല്ല വാശിയല്ല കേട്ടോ. എന്താ മാളൂ ഇത്? ഓളെന്താ ഗംഗ പറയുന്ന അനുസരിക്കാത്തത്? ഗംഗ ഇപ്പൊ പാലെടുത്തു തന്നില്ലെങ്കിൽ ഞാൻ ഇനി കുടിക്കില്ല. പാലെടുത്ത് കൊടുക്കുക, അവൾ കുടിക്കട്ടെ.
രസം? അതിനകത്ത് ഞാൻ കുട്ടികളുടെ വാശി മാറ്റുന്ന ഒരു പൊടി കലക്കിയിട്ടുണ്ട്. ചുമ്മാ കള്ളത്തരം കാണിക്കാതെ പാല് മുഴുവൻ കുടിക്കുമാളൂ. ഞാൻ കള്ളത്തരം പറഞ്ഞതല്ല. ശരി, സമ്മതിച്ചു. എന്നാലും പാല് മുഴുവൻ കുടിച്ചു തീർക്ക്. ഹലോ, ആ ഞാൻ മാളുവിനെ സ്കൂളിൽ വിടാൻ പോകുന്ന വഴിയാ. ആണോ? ശരി, ഞാൻ പെട്ടെന്ന് തന്നെ ഓഫീസിൽ എത്തിക്കോണം. ശരി. ആ ഗംഗേ, മാളുവിനെ സ്കൂളിലാക്കിയിട്ട് എനിക്കൊന്ന് ഓഫീസ് വരെ പോകണം. ഒരു അത്യാവശ്യമുണ്ട്. നമുക്ക് ഒരുമിച്ച് ഓഫീസിൽ പോയിട്ട് ഞാൻ ഗംഗയെ തിരിച്ച് വീട്ടിലെത്തിക്കാം. അയ്യോ അല്ലെങ്കിൽ ഓഫീസിലെ കാറിൽ ഗംഗയെ വീട്ടിലെത്തിക്കാം. അയ്യോ അതൊന്നും വേണ്ട മഹേട്ടാ. ഞാൻ സ്കൂളിൽ തന്നെ ഇറങ്ങിക്കോളാം. അവിടുന്ന് ഞാനൊരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയിക്കോളാം. ഏയ്, അത് വേണ്ട. സാരില്ല മഹേട്ടാ, ഞാൻ പോയിക്കോളാം. സ്കൂളിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന സമയം വേണ്ടല്ലോ എനിക്ക് ഓട്ടോയിൽ വീട്ടിലെത്താൻ. ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. ശരി, എങ്കിൽ എങ്ങനെ ആവട്ടെ. ഞാൻ പാല് മുഴുവൻ കുടിച്ചു തീർത്തു ഗംഗേ. മിടുക്കി. ഇനി നമുക്ക് സ്കൂളിലേക്ക് പോവാം. ഓക്കേ. ഹലോ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.